സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. മാം, ഈ ലൈഫ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പണവും സംസ്ഥാനം യഥാസമയം കൈമാറുന്നില്ല. 2 മാസം വരെ കൈമാറുന്നില്ല. കൃത്യമായ പദ്ധതി വിഹിതം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് കൈമാറുന്നില്ല. ഈ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇത് വകമാറ്റി ചെലവഴിക്കുകയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ധൂർത്തിന് വേണ്ടി ചെലവഴിക്കുന്നതായിരിക്കും. എന്തായാലും ലൈഫ് പദ്ധതി സംസ്ഥാനത്ത് മുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒടുവിലായി വരുന്ന റിസൾട്ട് എന്നുള്ളതാണ്. മാം എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു സാഹചര്യത്തെ? ഗവൺമെന്റ് എങ്ങനെയാണ് ഈ പദ്ധതിയെ കാണുന്നത് എന്നതിന്റെ തെളിവാണല്ലോ അതിന് ലൈഫ് പദ്ധതി എന്ന് പേരിട്ടിരിക്കുന്നത്. അത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇട്ട പേരാണ് ലൈഫ് പദ്ധതി എന്ന്. അപ്പോ ഈ വീടില്ലാത്തവർക്ക് വീട് എന്നത് ജീവിതം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു സർക്കാർ. അങ്ങനെയുള്ള ഒരു സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി കേന്ദ്രവിഹിതം, ഓഫ് കോഴ്സ് കേന്ദ്രവിഹിതം സംസ്ഥാനം ചെലവഴിക്കുന്നതിന്റെ പകുതി പോലും വരുന്നില്ല എന്നത് സത്യമാണ്. എങ്കിൽ പോലും ചെലവഴിക്കുന്ന തുക ആ പർപ്പസിന് വേണ്ടി, ആ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാതെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ CAG റിപ്പോർട്ട് നോക്കിയാൽ മതി. CAG റിപ്പോർട്ട് അവസാനം പുറത്തുവെച്ച റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ഈ വകമാറ്റി ചെലവഴിക്കല് ഒരു വലിയ പ്രതിഭാസമായി തീർന്നിരിക്കുകയാണ്. അഥവാ ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയായി തീർന്നിരിക്കുകയാണ് വകമാറ്റി ചെലവഴിക്കല്. അപ്പൊ ലൈഫ് പദ്ധതിക്ക് വേണ്ടി കൊണ്ടുവന്ന പണം വേറെ ഏതെങ്കിലും പദ്ധതികൾക്ക് വേണ്ടി എടുത്ത് ചെലവഴിക്കുന്നു. അത് പ്രയോറിറ്റി ഉള്ള പദ്ധതി ആയിരിക്കണമെന്നില്ല, പക്ഷെ സർക്കാരിന്റെ നോട്ടത്തിൽ അതായിരിക്കും പ്രയോറിറ്റി ഉള്ള പദ്ധതി. അങ്ങനെയാണ് വകമാറ്റല്. അപ്പം ഒട്ടുമിക്ക അതായത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് കിട്ടുന്ന ഗ്രാന്റ് കഴിഞ്ഞ 2023-24 വർഷം കിട്ടേണ്ടിയിരുന്ന 800 കോടിയിലധികം ഗ്രാന്റിന്റെ ആദ്യ ഗഡു വന്നത് വകമാറ്റി ചെലവഴിച്ചു. അപ്പൊ വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാല് അതിന്റെ റെസീറ്റ് പോലും സെൻട്രൽ ഗവൺമെന്റിലേക്ക് പ്രയോജനപ്പെടുത്തി എന്ന് പറഞ്ഞുള്ള റെസീറ്റ് സെൻട്രൽ ഗവൺമെന്റിൽ എത്തില്ല. അത് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് അത് ചെലവഴിച്ചു എന്ന് പറഞ്ഞ് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രം പോരാ, അത് ശരിയാണ് എന്ന് CAG ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടും കൂടി കേന്ദ്രത്തിൽ എത്തണം അടുത്ത ഗഡു കിട്ടണമെങ്കിൽ. പക്ഷെ ആദ്യത്തെ ഗഡു തന്നെ വകമാറ്റി ചെലവഴിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിയില്ല എന്നതുകൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡു കിട്ടിയത് പോലുമില്ല. അത് തന്നെ ഈ ലൈഫ് പദ്ധതിയിലും സംഭവിച്ചേക്കാം. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ഏകദേശം 1 വർഷമായിട്ട് തന്നെ ലൈഫ് പദ്ധതി വെറുതെ കിടക്കുകയാണ്. എത്രയോ പേരുടെ കണ്ണീരാണ് ഓരോ ചാനലുകളും നമ്മളെ കാണിക്കുന്നത്. അടച്ചുറപ്പില്ലാത്ത വീട് കാരണം കൊണ്ടുണ്ടാവുന്ന സ്ത്രീകൾ തന്നെയുള്ള വീടുകള്. അത് മാത്രമാണോ? നമ്മുടെ സംസ്ഥാനം ഒരു കുപ്രസിദ്ധ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറയപ്പെട്ട ഗുണ്ടാ വിളയാട്ടം, അതായത് മദ്യപന്മാരുടെയും മയക്കുമരുന്ന് സേവകരുടെയും ലഹരി മരുന്ന് സേവകരുടെയും ഒക്കെ പറുദീസയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് താമസിക്കാൻ വയ്യാത്ത. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ലൈഫ് പദ്ധതിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു അടച്ചുറപ്പുള്ള വീട് എന്ന് പ്രാർത്ഥിച്ച് കണ്ണീരോടെ കഴിയുന്ന മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം പോലും പൂർത്തിയാക്കാനാകാത്ത രീതിയിൽ ആ ഫണ്ടും വകമാറ്റുന്നു. ഏറ്റവും വലിയൊരു ക്രിമിനൽ മൈൻഡ് ആയിരിക്കണം ഈ ലൈഫ് പദ്ധതിക്ക് വേണ്ടി വരുന്ന തുച്ഛമായ തുക പോലും വകമാറ്റി മറ്റു മാർഗങ്ങളിലേക്ക് ചെലവഴിക്കുന്നത്. ഇതിനൊക്കെ എതിരെ ജനശബ്ദം ഉയരണം. ആ ജനശബ്ദം തൽക്കാലം ഉയരേണ്ടത് ചാനലുകളിലൂടെ തന്നെയാണ്. അത് കഴിഞ്ഞാല് വോട്ട് വരുമ്പോ, അതായത് ഇലക്ഷൻ വരുമ്പോ ജനം കാണിച്ചു കൊടുക്കണം ജനം ആരുടെ കൂടെയാണ്, ആര് ചെയ്യുന്നതാണ് ശരി, ആര് ചെയ്യുന്നതാണ് തെറ്റ് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം. യെസ്.